ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്, വെണ്ടക്ക മപ്പാസ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 7 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മപ്പാസ് ഉണ്ടാക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത്. മുളക് പൊടി നമ്മൾ അല്പേ ചേർക്കുള്ളൂ. ഇപ്പോൾ സവാള നമ്മൾ 2 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക മപ്പാസാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഒരു 200 ഗ്രാം വെണ്ടയ്ക്ക ഞാനിവിടെ കഴുകി വൃത്തിയാക്കി തുടച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റോളം വെണ്ടയ്ക്ക ഇതിനകത്തിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തു. കാരണം ഇതിലൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും, അതൊക്കെ പോവാനും പിന്നെ വെണ്ടയ്ക്ക ഉടഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വഴറ്റിയെടുത്തത് കേട്ടോ. ഇത്രയും സമയം നമ്മളിത് മൂടി വെച്ചിട്ടൊന്നുമില്ല, തുറന്ന് വെച്ച് തന്നെയാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതേവരെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇടാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. അത് ഞാൻ 2ാം പാൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് നമ്മൾ 5 മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് തുറക്കാം. കണ്ടോ, നാളികേരപ്പാലൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അത് ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കേട്ടോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം നേരം തിളയ്ക്കണ്ട, നല്ലതുപോലെ ചൂടായി തിളയ്ക്കാൻ പോകുന്നെന്ന് കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1ാം പാൽ നന്നായി ചൂടായിട്ടുണ്ട്, തിളയ്ക്കാൻ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.